അതെ, നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നിരുന്നാ മതിയോ? നമുക്ക് എവിടെയെങ്കിലും ഒരു വീട് എടുക്കണ്ടേ? ഒരു മാസം കൊണ്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ. ഇനി ഒരു വീടെടുത്തൊന്ന് സെറ്റിൽ ആവാം. നീ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടാ, ജീവിതം ആസ്വദിച്ചാ. ഇനിയിപ്പോ വീടെടുക്കാൻ പൈസ എന്റെ ഇല്ല. നമുക്കിനി ജീവിച്ചു തുടങ്ങണ്ടേ? നമ്മൾ എത്രയെന്നും പറഞ്ഞിങ്ങനെ കറങ്ങി നടക്കും. എന്റെ കയ്യിലിരുന്ന സ്വർണവും പൈസ എല്ലാം ഞാനങ്ങ് തന്നില്ലേ. ഇനി എന്റെ കയ്യില് അതാ ആ സ്വർണം പൈസയൊക്കെ എന്റെ തീർന്ന്. എന്റെയിലൊന്നുമില്ല. ഈ വണ്ടി റെന്റാ. ഈ വണ്ടി ഞാൻ ഇനി എങ്ങനെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് നടക്കുക. ഇതുകൊണ്ട് കൊടുക്കാൻ പോലും പൈസ ഇല്ല എന്റെ. പിന്നെയാണ് വീടെടുക്കുന്നത്. നിന്റെ ഇനി വല്ലതും ഉണ്ടാ? ആ കൈ കിടക്കുന്ന സ്വർണ്ണം ഉണ്ടല്ലേ, അതും കേട്. അത് ഞാൻ കൊണ്ട് കൊടുത്ത് വിറ്റ് വണ്ടി റെന്റിന്റെ കൊണ്ട് കൊടുത്ത് എവിടെയെങ്കിലും ഒരു വീട് എടുക്കാം നമുക്ക്. കൈ കിടക്കുന്നത് ഇതുകൂടല്ലേ ഉള്ള. കുഴപ്പമില്ല, എന്തായാലും ഒരു വീട് എടുക്കാനല്ലേ, ഞാൻ തരാം. നിന്റെ പഴയ ജീവിതത്തിൽ കിട്ടാത്തതൊക്കെ കിട്ടിയില്ലേ, പിന്നെ എന്താ വേണം? ഞാൻ ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ഒരു വീടങ്ങ് എടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. എന്ത്, റെഡി അല്ലേ? ഇതെന്താ ഒരുപാടായല്ലേ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്? വീട് ഇവിടെ അടുത്ത് തന്നെ. എവിടെ? ഇവിടെ അടുത്താ. ഇതാ വീട്. വഴിയൊന്നും കൊള്ളത്തില്ലല്ലോ. പിന്നെ നമുക്ക് വാടകയ്ക്ക് അത്യാവശ്യത്തിന് വീട് കിട്ടാൻ ഇതല്ലേ പറ്റൂ. ഏതാ? ഇതാണോ വീട്? അതല്ല, ബാ, ഇതാണ് വീട്. ബാ. അയ്യോ, എനിക്ക് വയ്യ. എന്തൊരു വീടത്? ഞാൻ വരുന്നില്ല. നീ തന്ന പൈസക്ക് ഈ വീടേ ഉള്ളോ? ഇങ്ങോട്ട് വന്ന് താമസിച്ചില്ലെങ്കിൽ ഇപ്പോ റോഡ് കടത്തന്നെ കിടക്കാം. ഇവിടെ എങ്ങനെ താമസിക്കാം? അതെ, എഴുന്നേക്കോ? ഇന്നും പണിക്ക് പോകുന്നില്ലേ? പണിക്ക് പോവാനോ? എന്നെ കൊണ്ടൊന്നും പണിക്ക് പോകാൻ വയ്യ. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? 2 ദിവസം എല്ലാം വേവിച്ചിട്ട്. എനിക്കാണെങ്കിൽ വിശക്കുന്നു. ഓടി ശല്യപ്പെടുത്താതാ. വല്ലതും ഉണ്ടെങ്കിൽ പോയി വിറ്റ് തിന്ന് പോ. എന്നെ വെറുതെ കിടന്ന് വിളിക്കരുത്. നിങ്ങൾ ഇന്നലെയൊക്കെ പോയി കഴിച്ചിട്ട് വന്നതെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പൈസയും ഉണ്ട്. എന്നെ ശല്യപ്പെടുത്തല്ല എന്നല്ലേ പറഞ്ഞത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ നടന്ന് വിളിക്കും. എന്താ ചെയ്യട്ടെ? തലയും കുറഞ്ഞിട്ട് കഴിയും. നീ പോയി ഒരു ഗ്ലാസ് പച്ചവെള്ളം എല്ലാം കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടപ്പോ. എന്തായാലും എടി കഥ പറഞ്ഞടി. എടി കഥ പറയടി.
തൊറയടി കഥവ്. ആരടി അകത്ത്? തൊറയടി കഥവ്. കഥവ്. ആരടി അകത്ത്? ആ നീ അകത്ത് കയറ്റി ഒളിപ്പിച്ചേക്കുന്നത് ഏതനടി? അനാവശ്യം പറയരുത്. നീ കാണിക്കുന്ന എനിക്ക് അനാവശ്യം. ആരുടെ അകത്ത്? ഏതവനടി നീ അകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? അതുകൊണ്ടല്ലേ നീ കഥ തുറക്കാൻ താമസിച്ചത്? നിങ്ങൾ അനാവശ്യം പറയരുത്. നിങ്ങൾ കുറെ ദിവസമായിട്ട് തുടങ്ങിയതാണ്. എനിക്ക് ഫോൺ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല. ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടൊന്നും വെച്ചിട്ടില്ല. കുറച്ചു നാള് നീ എന്നെ ഒളിപ്പിച്ച് വെച്ചല്ലേ? ആ സമയത്ത് ഓർത്ത് ഞാൻ ശപിക്കുവാണ്. കേറി വാ ഇങ്ങോട്ട്. നിങ്ങൾ വയറിറച്ചുള്ള കഴിച്ചിട്ട് തന്നെ വന്നതല്ലേ? നിങ്ങൾ അതിനൊക്കെ പണമുണ്ടോ? നിക്കടി അവിടെ. എന്താ ആ ഈ മാല ഇതുണ്ടായിരുന്നിട്ടാ നീ എന്റെ തരായിരുന്നത്? നിന്റെ ഭർത്താവ് വേറെ കെട്ടിയാവും, വേറെ ആയപ്പോ നിന്നെ തിരക്ക് വരത്തില്ല. ഇവിടെ ഇങ്ങോട്ട് ഇത് കിട്ടി. വെറുതെ പോടി. നിങ്ങൾ കൊണ്ടുപോവല്ലേ, പോവല്ലേ, നിങ്ങൾ കൊണ്ടുപോവാൻ. അങ്ങേരിപ്പ എന്നെ നോക്കത്തുമില്ല. ഇത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട് തന്നെ. ഞാൻ ഇങ്ങോട്ട് പോകും. ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണോന്നും വന്ന് പറഞ്ഞില്ല അയാള്. ഞാൻ ഇങ്ങോട്ട് പോകും. എടി തൊറയടി കഥവ്. ആരാ? നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞിട്ട് പോയല്ലേ? തൊറയടി കഥവ്. തൊറയടി. തൊറയടി കഥവ്. ഞാൻ അങ്ങനത്തുള്ളല്ല. നീ എങ്ങനത്തവളെന്ന് എനിക്കറിയാടി. തൊറയടി കഥവ്. തൊറയടി കഥവ്. ഭർത്താവുള്ളപ്പോ നീ എങ്ങനെ ഉള്ളവളാണെന്ന് എനിക്കറിയാടി. തൊറയടി കഥവ്. നീ തുറക്കുന്ന ഞാൻ ചവിട്ടി പൊളിച്ചകത്ത് കയറണോ? തൊറയടി കഥവ്. ഉള്ളപ്പോഴും നീ കാമുകനെ വിളിച്ച് കയറ്റിയവളല്ലേടി. തൊറയടി കഥവ്. നിനക്ക് ജീവിക്കണ്ടേ? നിന്നെ ഞാൻ നോക്കിക്കളയാൻ. തൊറയടി കഥവ്. തുറക്കാനാ പറയുന്നത്. തൊറയടി കഥവ്. സാറേ ഒരു ലോട്ടറി ഇട് സാറേ, ഒരു ലോട്ടറി ഇട്. ഒരെണ്ണം സാറേ. സാറേ ഒന്നും വിറ്റില്ല ഇന്ന്. ഒരെണ്ണം എടുക്കുവോ? സാറേ സാറേ ഒന്ന് തുറ സാറേ. സാറേ ആഹാ നീ നല്ല ജീവിതം നോക്കി പോയപ്പോ നീക്ക് ലോട്ടറി കച്ചവടം അല്ലേ? എന്ത് പറ്റി നിന്റെ ജീവിതത്തിന്? അത് അയാള് എന്നെ ചതിച്ച് കളഞ്ഞു. അയാള് എന്നെ നീ ചതിച്ചിട്ടല്ലേ പോയത്? ആ ചതിയുടെ വിഷമപ്പം നീ മനസ്സിലാക്കുന്ന? ഞാനിപ്പോ അതിൽ കൂടുതൽ അനുഭവിക്കുന്നു. ലോട്ടറി കച്ചവടമൊക്കെ ഉണ്ടാ? അതുകൊണ്ട് ജീവിതം നടക്കുമല്ലേ? ചെറുതായിട്ട്. മരിക്കാൻ പേടിയായതുകൊണ്ടാ ഇതിനായിട്ട് ഇറങ്ങിയത്. കുറച്ച് പെണ്ണുങ്ങൾക്കെ ആഹാരം കൂടുതൽ കിട്ടുമ്പോ എല്ലിൻ്റെ ഇടയിൽ കുത്തും. അതായിപ്പം നിനക്കും. എനിക്ക് ലോട്ടറി ഒന്നും വേണ്ട. എന്റെ ഭാര്യ ഇപ്പൊ തോല്ല കടയിലോട്ട് പോയിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് വരും. നീ അങ്ങോട്ട് മാറി നിൽക്ക്.